ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ. കാണാമോ? കേട്ടാ കാണാമോ? കേൾക്കാമോ? കാണാം. കാണാം. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon to all. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. എന്നെ കാണാൻ പറ്റണ്ടോ? കാണാം. ശരി, കുറച്ച് കുട്ടികളും കൂടി കേറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ നിങ്ങള്, അല്ലേ? അല്ല, സെയിം, ഞാനും കഴിച്ചിട്ടില്ല. കഴിഞ്ഞിട്ട് കഴിക്കാം നമുക്ക്. അധികമൊന്നുമില്ല, കുറച്ച് മെറ്റീരിയൽസേ ഉള്ളൂ കേട്ടോ. ഒരു 5 മെറ്റീരിയൽസോളം ഉണ്ടാവും. ബാക്കിയുള്ള സെൻസോറിയൽ ഏരിയയിലെ മെറ്റീരിയൽസ് കേട്ടോ. ഓക്കെ, ബാക്കി അശ്വതി മിസ്സും വിഷ്ണുസും കാണിച്ചിട്ടുണ്ടാവും അല്ലെ? അപർണ മിസ്സും. ഫസ്റ്റ് ഡേ വെച്ച ക്ലാസ് നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ് അത് മാറിപ്പോയത്. പിന്നത്തെ ദിവസങ്ങളിൽ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് കേട്ടോ ഇത് ലാഗ് ചെയ്ത് പോയത്. നിങ്ങൾ അതില് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. ഓക്കെ, അത്യാവശ്യം ഓൾമോസ്റ്റ് കുട്ടികൾ കയറിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Yes. എല്ലാവർക്കും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുള്ളല്ലേ ക്ലാസ് ഉണ്ടെന്ന്? കിട്ടിയിട്ടുണ്ട് മാം. കിട്ടിയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? മാറ്റ് ആണ്, ഇതൊരു മെറ്റീരിയൽ ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്താലോ? 3:35 ആവട്ടെ, സ്റ്റാർട്ട് ചെയ്യാന്നുണ്ട്. ബാക്കിയുള്ളവരോട് ഒന്ന് കയറിയാക്കട്ടെ. എയ്റ്റീനിലെ സ്റ്റുഡൻസിന് അറിയായിരിക്കും അല്ലെ? എന്നെ കണ്ടിട്ടുണ്ട്. 17 അറിയാൻ പറ്റില്ല അല്ലെ? കണ്ടിട്ടുണ്ടോ ടീച്ചറിനെ? PG സ്റ്റുഡൻസിന് അറിയാം, ഡിപ്ലോമയ്ക്ക് അറിയത്തില്ല. PG കാർക്ക് അറിയാം, ഡിപ്ലോമക്കാർക്ക് അറിയാൻ പറ്റും. എന്റെ പേര് ആതിര എന്നാണ് കേട്ടോ. MT എടുക്കുന്ന മിസ്സാണ്.
മാം ഇന്ന് സെൻസോറിയൽ ഏരിയല്ലേ എടുക്ക? അതെ, സെൻസോറിയൽ ഏരിയയിലെ ബാക്കിയുള്ള മെറ്റീരിയൽസ്. യെസ്, നമുക്കൊന്ന് ജസ്റ്റ് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് സെൻസോറിയൽ ഏരിയയിലെ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോബിൾ സിലിണ്ടേഴ്സ്, നോബുലസ് സിലിണ്ടേഴ്സ്, തെർമിക് ടാബ്ലറ്റ്സുകൾ, ടച്ച് കാർഡ്സ്, സൗണ്ട് സിലിണ്ടേഴ്സ്, പിന്നെ ടെർഷറി കളർ ടാബ്ലറ്റ്സ് നിങ്ങൾ അശ്വതി മിസ് കാണിച്ചിട്ടില്ല അല്ലെ? പ്രൈമറി മാത്രമല്ല കാണിച്ചിട്ടുള്ളൂ. യെസ്, ഓക്കെ. അത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ ഓക്കെ, യെസ്. അതിലെ ഫസ്റ്റ് നമ്മള് നോബഡ് സിലിണ്ടേഴ്സ് ആണ് പഠിക്കുന്നത് കേട്ടോ. നോബഡ് സിലിണ്ടേഴ്സ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇത് കാണാം, ക്ലിയർ ആണ്. ഓക്കെ, ഈ മാറ്റും ഇതും ഒരേ കളർ ആയതുകൊണ്ട് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാലോ, മോണ്ടിസോറിയില് നമ്മള് മാറ്റ് ഉപയോഗിച്ചിട്ടാണ് മെറ്റീരിയൽസ് കാണിക്കുന്നത് അല്ലെ? യെസ്, ഇതിന് മാറ്റാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നോബഡ് സിലിണ്ടേഴ്സിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു വുഡൻ ഫോർമാറ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോ. വുഡൻ ഫോർമാറ്റിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇതെന്താണ്? ഇതിനാണ് നമ്മൾ നോബ് എന്ന് പറയുന്നത് അല്ലെ? അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? നോബഡ് സിലിണ്ടേഴ്സ് എന്ന് പറയും. ഇതിന്റെ ഷേപ്പ് ഒന്ന് നോക്കിയേ. എന്ത് ഷേപ്പാണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അല്ലെ? അതുകൊണ്ടാണ് ഇതിനെ നോബഡ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പുറത്തെ ഹാൻഡിൽ ഇപ്പുറത്തെ ഹാൻഡിൽ പിടിച്ചാലേ കാണൂ. കാണുന്നില്ലേ? ഇല്ല, ഇപ്പുറത്തെ ഹാൻഡിൽ പിടിച്ചാലേ കാണൂ. അത് ഇപ്പുറത്തോട്ട് മാറ്റിയേ കാണാൻ പറ്റും. എപ്പുറത്തേക്ക് മാറ്റിയാൽ? ഇപ്പുറത്തേക്കോ? അതെ അതെ, അതെ തന്നെ ടീച്ചർ. ഓക്കെ, യെസ്, ഗ്രീനിലേക്ക് മാറ്റിയാൽ അല്ലെ? ഓക്കെ, യെസ്. ഇത് ഇങ്ങനെ പിടിക്കാനുള്ള എല്ലാം ഇതിവിടെ താഴെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇവിടെ യെസ് ആണ് ഫസ്റ്റ് നോബഡ് സിലിണ്ടേഴ്സ്. ഓക്കെ, ഇതുണ്ടോ? ഓക്കെ, യെസ്. ഇതൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിലിണ്ടേഴ്സ് ആണ് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയായിരിക്കും? എന്തോ? ലാർജ് ടു സ്മോൾ അല്ലെ? ഇവിടെ when height increase width also increase. when height increase ചെയ്യുമ്പോ width increase ചെയ്യുന്നുണ്ട്. നോക്കിയേ, ശരിയാണോ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നില്ലേ? ഉയരം കൂടുന്നതിനനുസരിച്ച് വീതി കൂടുന്നുണ്ട് അല്ലെ? കാണുന്നില്ലേ? യെസ്. അപ്പൊ ഫസ്റ്റ് ഐറ്റത്തിൽ വരുന്ന എന്താണ്? ഫസ്റ്റ് ഉയരം കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹൈറ്റ് ഇൻക്രീസ്, വിഡ്ത്ത് ആൾസോ ഇൻക്രീസ്. ഓക്കെ, യെസ്. ഇനി ഇത് കുട്ടികളെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യിപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട്? ഈ നോബ് ഉപയോഗിച്ചിട്ട് അല്ലെ? ഈ നോബിലായിരിക്കും നമ്മൾ ഇത് ഡിസോർഡേർഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലെ? ഡിസോർഡേർഡ് ആയിട്ട് കൊടുത്തതിന് ശേഷം എന്താണ്? പല ഓർഡേഴ്സിൽ മാറ്റി കൊടുത്താൽ ഇങ്ങനെ കൊടുക്കുന്നു വിചാരിക്കാം. യെസ്, കുട്ടികൾ ഇത് എന്ത് ചെയ്യും? കറക്റ്റ് ഓർഡറിലേക്ക് വെക്കും അല്ലെ? ഫസ്റ്റ് ചിലപ്പോൾ ഇതിലേക്കായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും വെക്കുന്നത്. കറക്റ്റ് ആവോ? ഇല്ല അല്ലെ? പിന്നെ വീണ്ടും റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, യെസ്. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് വീതി കൂടുന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് അല്ലെ? യെസ്, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കുട്ടികൾ എന്ത് ചെയ്യും? അത് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും? ആദ്യം ചെറിയ നോബിൾ എടുക്കും. ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുട്ടികൾ അത് എടുക്കുന്നത്. യെസ്, ഇവിടെ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഫൈൻ മോട്ടോർ സ്കിൽസ് കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യും. ഇതല്ല. നെക്സ്റ്റ് ഇതാണോ? ഇതാണോ മാം? യെസ്, എന്തോ കാണാൻ പറ്റുന്നില്ലേ? മാം, ക്യാമറ കുറച്ച് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ കാണാൻ പറ്റിയേനെ. മാം ഇങ്ങനെ കൈ എടുക്കുമ്പോ നമുക്ക് കാണുന്നില്ല, മറവുണ്ട്. കളർ ആയതുകൊണ്ടാണോ കാണാത്തത്? ഇപ്പൊ കാണാമോ? അല്ല, മാമിന്റെ കയ്യില് ഇങ്ങനെ എടുക്കുമ്പോഴേ, അല്ലെങ്കിൽ മാം കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഒരു സൈഡിലേക്കാണ് ക്യാമറ. ആണോ? ക്യാമറ ഒരു സൈഡിലേക്കാണോ? ഒരു മിനിറ്റ് കേട്ടോ, അറേഞ്ച് ചെയ്യാം.
മൊബൈലിന്റെ സ്ക്രീൻ ഇല്ല, അത് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയി കിട്ടുമല്ലോ. നോക്കി നോക്കിയേ. പോയാ ക്യാമറ കറക്റ്റ് അല്ല, സൈഡിലാണെന്ന് പിള്ളേര് പറയുന്നത്. അത് ഞാനെന്ത് ചെയ്യണം? ഇപ്പൊ കാണാമോ ക്ലിയർ ആയിട്ട്? ഓക്കെയാണ്. ശരി. ഓക്കെ, ഞാൻ പറയുന്ന എന്തെങ്കിലും കേട്ടോ നിങ്ങള്? ഭയങ്കര ടെൻഷനായി പോയി, എന്താ ചെയ്യേണ്ടതെന്നായി പോയി. ഓട്ടെ, ഓക്കെ, സാരല്ല സാരല്ല, കുഴപ്പമില്ല. ഓക്കെ. യെസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സെൻസോറിയൽ ഏരിയയിലെ നോബ്ഡ് സിലിണ്ടേഴ്സ് ആണ് അല്ലെ. ഇതില് ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. വെൻ ഹൈറ്റ് ഇൻക്രീസ് വിത്ത് ആൾസോ ഇൻക്രീസ്. ഓക്കെ, സെക്കൻഡ് കോൺസെപ്റ്റ് നോക്കിയാലോ? സെക്കൻഡ് കോൺസെപ്റ്റ് നോക്കട്ടെ. ഓക്കെ, ദെൻ ഓരോ മെറ്റീരിയൽസ് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പൊസിഷനിങ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. സെക്കൻഡ് വൺ കണ്ടുണ്ടോ? ഇത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഉയരം കുറയുമ്പോ വീതി കൂടുന്നു. വിട്ട് കുറയുന്നതല്ലേ ഇത്? ഓക്കെ, എന്താ കാണുന്നത്? ഹൈറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസസ്. ഹൈറ്റ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ്. വിത്ത് ഇൻക്രീസ്. ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു, വിത്ത് എന്ത് ചെയ്യുന്നു? അങ്ങനെയാണോ? നോക്കി കറക്റ്റ് ആയിട്ട് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ശരിക്കും നോക്കുക. ഹൈറ്റ് ഇൻക്രീസ് വിത്ത് ഡിക്രീസ്. ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു, വിത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഹൈറ്റ് ഡിക്രീസ് ചെയ്യണം. ഹൈറ്റ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എന്താണ്? വിത്ത് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഹൈറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് വിത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, ഇതാണ് സെക്കൻഡ് കോൺസെപ്റ്റ് കേട്ടോ. നോബിൾ സിലിണ്ടേഴ്സിന്റെ സെക്കൻഡ് കോൺസെപ്റ്റ് എന്താണ്? ഹൈറ്റ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ്. ഓക്കെ, ഇതും സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കൊണ്ട് റീ അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം. അതായത് നമ്മൾ ഡിസോർഡേർഡ് ആയിട്ട് കൊടുത്തിട്ടായിരിക്കണം ഇത് ഓർഡേർഡ് ആക്കിയിട്ട് കുട്ടികള്
ഓരോ നോബിൾസിലേക്കും കയറ്റേണ്ടത് കേട്ടോ. ഈ ഹോൾസിനകത്തേക്ക് കയറ്റേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ തേർഡ് കോൺസെപ്റ്റ്. തേർഡ് കോൺസെപ്റ്റ് എടുത്ത് വെക്കാം, നോക്കാം കേട്ടോ. പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഉണ്ട് മിസ്. യെസ്. ഒന്ന് നോക്കി. അവിടെ ഇരിക്കുന്നില്ല. നോക്ക്, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് എന്ത് കോൺസെപ്റ്റ് ആയിരിക്കും? ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റ് സെയിം ആണ്. വിഡ്ത്ത് ഹൈറ്റ് സെയിം, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിഡ്ത്ത് ആണ് കൂടിക്കൊണ്ടിരുന്നത് അല്ലെ? ഹൈറ്റ് എല്ലാം ഒരേപോലെ, വിഡ്ത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഹൈറ്റ് സെയിം ആണ്, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. യെസ്. ക്ലിയർ ആണോ ഈ കോൺസെപ്റ്റ്? ഓക്കെ. The last concept എന്തായിരിക്കും? ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റ് സെയിം, ഹൈറ്റ് സെയിം, ഹൈറ്റ് ഡിക്രീസസ്. ഹൈറ്റ് ഒന്ന് ശരിക്കും നോക്കൂ, ശരിക്കും അതിലേക്ക് നോക്കൂ. ഹൈറ്റ് ഇൻക്രീസസ്, വിഡ്ത്ത് ഡിക്രീസസ്. ഹൈറ്റ് ഇൻക്രീസ്, ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? വിഡ്ത്ത് സെയിം അല്ലേ മാം? വിട്ട് സെയിം ആണ്. നിങ്ങൾ നോക്കി, ഇതിന്റെ വിഡ്ത്ത് റിമൈൻ സെയിം അല്ലേ പിള്ളേരെ? നോക്കിയേ, വിഡ്ത്ത് റിമൈൻ സെയിം, ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. വിഡ്ത്ത് റിമൈൻ സെയിം, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. യെസ്. അപ്പൊ നോബിൾസ് സിലിണ്ടേഴ്സ് എന്തോ എന്തെങ്കിലും പറഞ്ഞോ? കാണുന്നില്ല. ചുടാ, ഇത് കാണാനായിട്ടേ ഒന്നല്ലെങ്കിൽ നമുക്ക് മാറ്റ് മാറ്റേണ്ടി വരും. മാറ്റ് മാറ്റാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും, പക്ഷെ മാറ്റ് വെച്ചാലേ നമുക്ക് ഓരോ മെറ്റീരിയൽസ് കാണിക്കാൻ പാടും. അത് നമ്മുടെ പ്രൊസീജിയർ അങ്ങനെയാണ് കേട്ടോ. അതായത് ഒക്കെ കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫോണിൽ വെച്ചാലോ? ഫോണിൽ വെച്ച് നോക്കാം നമുക്ക്. കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ മാം. ഇപ്പൊ ഓക്കെ. പക്ഷെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല കേട്ടോ. ഇത് നമ്മുടെ പ്രൊസീജിയറിനെതിരാണ്. എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നങ്ങനെയാണ് കേട്ടോ. ഓക്കെ. പറഞ്ഞേ, എന്താണ് ഈ ഒരു കോൺസെപ്റ്റ്? നോബിൾ സിലിണ്ടേഴ്സിന്റെ കോൺസെപ്റ്റ് പറയൂ. വിഡ്ത്ത് റിമൈൻ സെയിം, ഹൈറ്റ് ഇൻക്രീസ്. വിഡ്ത്ത് റിമൈൻ സെയിം, ഹൈറ്റ് ഇൻക്രീസ്. ഓക്കെ. ക്ലിയർ? ഇപ്പൊ പഠിച്ചത് ഏത് മെറ്റീരിയൽ ആണ്? നോബിഡ് നോബിഡ് സിലിണ്ടേഴ്സ് ആണ് അല്ലെ? നോബിഡ് സിലിണ്ടേഴ്സ് എന്തോ. ഓക്കെ. നോബിഡ് സിലിണ്ടേഴ്സ്, ഇത് നോബ് ഉള്ളതാണ് അല്ലെ? യെസ്. ഇതാണ് ഇതിന്റെ നോബ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇതുകൊണ്ട് കുട്ടികളുടെ എന്തെല്ലാമാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോ? ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഷർമെന്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷർമെന്റ്സ് കൂടി ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതിന്റെ, അത് കൂടുന്നതും കുറയുന്നതിന്റെ, വിട്ട് കൂടുന്നതും കുറയുന്നതിന്റെ മെഷർമെന്റ്സ് കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ. യെസ്. ഇനി ഇത് ഏത് ഫോമിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്? എന്ത് ഫോർമലാണിത്? എന്ത് ഷേപ്പ് ആണിത്? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അല്ലെ? ഓക്കെ. യെസ്. യെസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബോക്സ് കാണാവോ? കാണാമോ? കാണാൻ പറ്റാത്തത് ഞാൻ ഫോണിൽ വെച്ച് തരാം കേട്ടോ. ഓക്കെ. യെസ്. ഇനി ഇത് നോബുലസ് സിലിണ്ടേഴ്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് നോബിഡ് സിലിണ്ടേഴ്സ് ആണ്. ഇത് നോബുലസ് സിലിണ്ടേഴ്സ് ആണ്. ഫോർ ടൈപ്സ് ഓഫ് നോബുലസ് സിലിണ്ടേഴ്സ്. ഏതൊക്കെയാണ്? യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ. യെസ്. ഉണ്ടോ? ഇതും എന്ത് ഷേപ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത് ഷേപ്സ് ആണ് ഇതും? സിലിണ്ടറിക്കൽ ഷേപ്സ് ആണ്. ഓക്കെ. യെസ്. ഇത് കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.
ഓക്കെ യെസ്. നോബ്ലസ് സിലിണ്ടേഴ്സിലെ ഫസ്റ്റ് സിലിണ്ടർ ആണ് എന്താ യെല്ലോ ഷേപ്സ് അല്ലെ. യെസ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് എന്ത് കോൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പിള്ളേരെ? എന്ത് കോൺസെപ്റ്റ് ആണ്? Height increase. No. Width decrease and height increase. ഇവിടെ നോക്കൂ, ശരിക്കും ഇതിലേക്ക് നോക്കിയിട്ട് പറയൂ, ഒബ്സർവ് ചെയ്തിട്ട് പറയൂ. ഒരേപോലെയാ മിസ്സേ വിട്ത്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? Increases. എന്താ ചെയ്യുന്നത്? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? Width increase ചെയ്യുന്നു. അപ്പൊ ഇത് ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടാണോ നോക്കുന്നത്? Small to big. ഇവിടെ ഇങ്ങോട്ടല്ലേ നോക്കുന്നത്? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വിഡ്ത്ത് കൂടുന്നു, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിഡ്ത്ത് കൂടുന്നു. ഓക്കെ യെസ്, ക്ലിയർ? അപ്പൊ യെല്ലോ നോബ്ലസ് സിലിണ്ടേഴ്സിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഓരോന്നും അതേപോലെ തന്നെ എടുത്തു മാറ്റാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ കോൺസെപ്റ്റുകൾ ഒരുമിച്ച് ഞാൻ പറയാം കേട്ടോ. യെസ്. നെക്സ്റ്റ് നമ്മള് ഗ്രീൻ ആണ്. ഗ്രീൻ നോബ്ലസ് സിലിണ്ടേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഇരിക്കുന്നില്ല. കാണാമോ കറക്റ്റ് ആയിട്ട്? ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറയാമോ? ഗ്രീൻ നോബ്ലസ് സിലിണ്ടേഴ്സിന്റെ കോൺസെപ്റ്റ് എന്തായിരിക്കാം? ഹൈറ്റ് കൂടുമ്പോ Width increase. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് പറ്റുന്നുണ്ട്? വിട്ട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് പറ്റുന്നു? വിട്ട് കുറയുന്നു. വിഡ്ത്ത് കുറയുന്നു. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിഡ്ത്ത് കുറഞ്ഞു വരുന്നു അല്ലെ? ഓക്കെ, ക്ലിയർ അല്ലേ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വിഡ്ത്ത് കുറഞ്ഞു വരുന്നു. ഓക്കെ യെസ്. യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് കേട്ടോ. റെഡ് കളർ. അത്യാവശ്യം കാണാൻ പറ്റും, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ സ്ക്രീനില്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല കളറാ. സൂപ്പർ ആണ് റെഡ്. ഓക്കെ, ഇവിടെ എല്ലാം എന്താണ് അവസ്ഥ? ഈ ഒരു കോൺസെപ്റ്റ് സെയിം ആണ്, വ്യത്യാസമുണ്ട്. ഹൈറ്റ് റിമൈൻ സെയിം, വിഡ്ത്ത് ഇൻക്രീസ് അല്ലെ? ഹൈറ്റ് റിമൈൻ സെയിം ആണ്, വിഡ്ത്ത് ആണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഹൈറ്റ് റിമൈൻ സെയിം, വിഡ്ത്ത് ആൾസോ ഇൻക്രീസ് അല്ലെ? വിഡ്ത്ത് ഇൻക്രീസ്, ഹൈറ്റ് റിമൈൻ സെയിം, വിഡ്ത്ത് ഇൻക്രീസ്. ക്ലിയർ? ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ആ യെസ്, കേൾക്കാം. ഓക്കെ, ഇത് ഇവിടെ തന്നെ വെക്കട്ടെ കേട്ടോ. ഒരു കാര്യമുണ്ട്, അതിനാണ് ഇവിടെ തന്നെ വെക്കുന്നത്. നെക്സ്റ്റ് നമുക്കിനി അടുത്ത കളർ കോമ്പിനേഷൻ ഏതാണ്? അടുത്ത കളർ ഏതാണ്? ബ്ലൂ.
ഒരെണ്ണം കൂടി ഉണ്ടായത് മിസ്സായി പോയി. ഓക്കെ, നോക്കൂ, ഇതിന്റെ വിഡ്ത്ത് എല്ലാം ഒരേപോലെയാണോ? Width same ആണ്. Height increases, width remains same. Height increase ആവും. കേട്ടില്ലടാ, കേട്ടില്ല. Height increases, width remains same. Width remains same. Height increases. ഒരു കാര്യം പറയാൻ പോയിന്റ് ചെയ്താൽ മതി. ഒരാള് പറഞ്ഞേ, ഒരാള് മാത്രം. മിസ് വിഡ്ത്ത് റിമൈൻസ് സെയിം ആണ്, ഹൈറ്റ് ഇൻക്രീസ് ഹൈറ്റ് ഇൻക്രീസ്. വിഡ്ത്ത് റിമൈൻസ് സെയിം ആണ്, ഹൈറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. വിഡ്ത്ത് സെയിം ആയിട്ട് നിൽക്കുകയാണ്, പക്ഷെ ഉയരം മാത്രമാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വിഡ്ത്ത് റിമൈൻസ് സെയിം, ഹൈറ്റ് ഇൻക്രീസ്. ഓക്കെ, ഇനി നമുക്ക് ഈ നോബുലർ സിലിണ്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് എല്ലാവർക്കും കളേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര, ഇത് 4 കളേഴ്സും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ, 4 കളേഴ്സും. യെസ്, ഇതിന്റെ കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ഇതിനെ കൊണ്ട് നമുക്ക് കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റും. എല്ലാ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും കോമ്പിനേഷൻസ് ചെയ്യാം. കൂടുതലും നമ്മള് യെല്ലോയും റെഡും ആണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, പല ഷേപ്സുകളും നമുക്ക് ഇതിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, കണ്ടോ? ഇത് ഇപ്പൊ ഒരു ഷേപ്പാണ് കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ട് ചെയ്യാം, പല ഫോമില്. ഇപ്പൊ നമ്മൾ കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ചെയ്യില്ലേ, അതേപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഷേപ്സുകൾ അറേഞ്ച് ചെയ്യാം, കോമ്പിനേഷൻസ് ചെയ്യാം. യെസ്, നല്ല ഭംഗിയില്ലേ കാണാൻ? വെറും ഒരു ഷേപ്പാണ് കേട്ടോ. യെസ്, ഇപ്പൊ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക മെറ്റീരിയൽ കൂടിയാണ് ഇത് നോബുലർ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. 4 കളേഴ്സിലാണ്, 4 ടൈപ്സ് ആണ് ഇതിന് വരുന്നത്. അപ്പൊ കുട്ടികളുടെ ആ ഒരു കളർ സെൻസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ദെൻ കോമ്പിനേഷൻസ് തയ്യാറാക്കാനും ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ്, അതായത് കോമ്പിനേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രിയേറ്റിവിറ്റി വേണം അല്ലെ. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ കോമ്പിനേഷൻസ് നോക്കാറുണ്ട് അല്ലെ. ഇപ്പൊ റെഡും ഗ്രീനും ഒരു കോമ്പിനേഷൻ ആണ്, റെഡ് ആൻഡ് ഗ്രീൻ, അങ്ങനെ ബ്ലാക്ക് ആൻഡ് റെഡ്, ഇതൊക്കെ ഒരു കോമ്പിനേഷൻസ് ആണ്. ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അത് അങ്ങനെയുള്ള സ്കില്ലൊക്കെ കുട്ടികൾ ഇതിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, യെസ്, മനസ്സിലായോ? ദെൻ അതേപോലെ ഡിഫറെന്റ് മെഷർമെന്റ്സ് മനസ്സിലാക്കാനും അല്ലെ. വീതി കൂടുമ്പോൾ ഉയരം കൂടുന്നത്, ഉയരം കൂടുമ്പോൾ വീതി കൂടുന്നതും രണ്ടും ഒരേപോലെ നിൽക്കുന്നതൊക്കെ എന്താണ്? അങ്ങനെയുള്ള പല കോൺസെപ്റ്റും ഇതിലൂടെ കുട്ടികൾക്ക്, അങ്ങനെ 4 കോൺസെപ്റ്റ് ഇതിലൂടെയും അവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഈ ക്യൂബ്സ് സിലിണ്ടറിക്കൽ ഫോംസിനൊന്നും തന്നെ അധികം വെയിറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള പോലെ തോന്നും, പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് ഓഫ്ലൈനിൽ വരുമ്പോ കാണുമ്പോ മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, ഇനി സിലിണ്ടേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം എടുക്കാം അല്ലെ. ഇനി അടുത്തത് ഒരു സിലിണ്ടർ തന്നെയാണ്, സൗണ്ട് സിലിണ്ടേഴ്സ്. കാണാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് സിലിണ്ടേഴ്സ് കാണാൻ പറ്റും. പറ്റുന്നില്ല? പിള്ളേരെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മിസ്. ഉണ്ട്. എല്ലാരും എടുക്കുന്നില്ല, ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ കോമ്പിനേഷൻസ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മള് സൗണ്ട് സിലിണ്ടേഴ്സ് എന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു മെറ്റീരിയല് എന്ത് മനസ്സിലാക്കാനായിരിക്കും? സൗണ്ട് മോഡുലേഷൻസ് അല്ലെ. ഡിഫറെന്റ് സൗണ്ട് മോഡുലേഷൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു മെറ്റീരിയൽ ആണെന്ത്? സൗണ്ട് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ കോമ്പിനേഷൻസ് ആണ്. അപ്പൊ നമ്മള്
ഇതില് ബീഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മളെ കുറെ മെറ്റീരിയൽസ് മിസ്സായിട്ടുണ്ട് പിള്ളേരെ. ഓക്കെ, കുറെ മുത്തുകളൊക്കെ എവിടെയോ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇതും ബ്ലൈൻഡ് ഫോൾഡ് മെത്തേഡ്സിൽ കണ്ണുകൾ അടച്ച് അവര് നല്ല രീതിയിൽ ആ സൗണ്ട്സ് കേട്ടിട്ടാണ് ഇതിന്റെ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യെസ്, നമ്മൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ ഇതില് ടീച്ചർ ഓരോന്നിലും ഓരോരോ രീതിയിലാണ് മുത്തുകൾ ഇടുന്നത്, ഈ ബീഡ്സിൽ ഇടുന്നത് കേട്ടോ. ഒരെണ്ണത്തില് ഈ രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻസിൽ 3 ബീഡ്സുകൾ തന്നെ ആയിരിക്കുള്ളൂ. ഈ 3 ബീഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. 3 അല്ല, അതിൽ കൂടുതൽ ഇടാം. ഓക്കെ, യെസ്, ഇങ്ങനെ ബീഡ്സ് സിലിണ്ടേഴ്സിൽ ഒരുപാട് ബീഡ്സുകൾ നമ്മൾ ഈ സൗണ്ട് സിലിണ്ടേഴ്സിൽ ബീഡ്സുകൾ ഇടും. ഇട്ടതിന് ശേഷം കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, നമ്മളിത് ഡിസോർഡേർഡ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ഡിസോർഡേർഡ് ആയിട്ട് വെച്ചതിന് ശേഷം എന്താണ്, ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ ആയിട്ടൊരു സിലിണ്ടറിക്കൽ ഷേപ്സ് അല്ലെങ്കിൽ ഈ സിലിണ്ടറിക് സൗണ്ട് സിലിണ്ടേഴ്സ് കുട്ടികളോട് സെലക്ട് ചെയ്യാൻ പറയണം. കുട്ടികൾ അത് സെലക്ട് ചെയ്യും. ഓക്കെ, ആദ്യത്തെ ഇതില് എന്താണ്, ആദ്യം സൗണ്ട് സിലിണ്ടർ സെലക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിച്ച്, സൗണ്ട് സിലിണ്ടേഴ്സ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഈ 2 വിരലുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ നോബിൾ അടഞ്ഞു പോകും അല്ലെ, ഈ നോബ് തുറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഈസി ആയിട്ട് ഇത് തുറക്കാനും അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. യെസ്, ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ അടയ്ക്കുക. എന്ത് ചെയ്യണം, കുലുക്കി നോക്കുക അല്ലെ, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ കുട്ടിക്ക് എന്ത് മനസ്സിലാവും, ബീഡ്സുകൾ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ സൗണ്ട്സ് ആണ് അവിടെ കേൾക്കുന്നത്. ഇനി കുട്ടി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ കോമ്പിനേഷൻ ഏതാണ് അല്ലെ, ഇതിന്റെ പെയർ ഏതാന്ന് കണ്ടുപിടിക്കണം അല്ലെ, ഇതിനെ പെയർ ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിവിടെ കയ്യിൽ വെക്കുക, അടുത്ത പെയർസ് ഓരോന്ന് എടുത്ത് നോക്കാം. ദെൻ 2 ഒരുമിച്ച് കിളിക്ക് നോക്കണം, ഇതിലൊന്നുമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ കുട്ടി പല മോഡ് ഫോർമാറ്റ് പല സിലിണ്ടേഴ്സും തപ്പിയതിനു ശേഷം കേൾക്കാമോ ഇല്ല, അത് കുഴപ്പമില്ല. അതെന്തായാലും ഇവിടെ വരാണ്ട് എന്നാലും കേൾക്കാൻ പറ്റില്ല കേട്ടോ. ബീഡ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് സൗണ്ട് മോഡുലേഷൻസിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു ബീഡാണ് ഇടുന്നെങ്കിലോ സൗണ്ടിന് മോഡുലേഷൻ കുറവായിരിക്കും, സൗണ്ട് വേരിയേഷൻ കുറവായിരിക്കും. കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കുട്ടി ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് മാത്രമാണ് അതിന്റെ ശബ്ദം ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പെയറിനെ കണ്ടെത്തുന്നത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലായോ? യെസ്, ഇതാണ് സൗണ്ട് സിലിണ്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇതൊരു ഹിയറിംഗ് ആക്ടിവിറ്റി ആണ്. ബ്ലൈൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഓക്കെ, പെയറിംഗ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. കാരണം ഇതിങ്ങനെ ഷേക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ ബീഡ്സുകൾ ഇതിൽ ഇടാനും നമ്മളും അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് നോക്കണം. നമ്മൾ ചെയ്ത് കൊടുക്കുകയല്ല, ആദ്യം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക, അതിനുശേഷം എന്താണ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? സൗണ്ട് സിലിണ്ടേഴ്സ് എത്ര സിലിണ്ടർ മാം? 6 ആണോ? 3 + 3 എന്തോ എത്ര സിലിണ്ടേഴ്സ് ആണ് അങ്ങനെ? സൗണ്ട് സിലിണ്ടേഴ്സ് ബീഡ് സിലിണ്ടർ അല്ല, സൗണ്ട് സിലിണ്ടേഴ്സ്. എത്ര എണ്ണാണ് അത്? എത്ര എണ്ണം? ഇത് 6 കോമ്പിനേഷൻസ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മാം ഒരു ഡൗട്ട്, നോബ്ലെസ് സിലിണ്ടേഴ്സിലും സിലിണ്ടേഴ്സ് എത്രയാ വരുന്നത്? 10 ആണോ ഒരു ബോക്സിൽ? നോബ്ലെസ് സിലിണ്ടേഴ്സ് 10 ക്യൂബ്സ് ആണ്, 10 സിലിണ്ടറുകളാണ് കേട്ടോ. ഓക്കെ, യെസ്, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടച്ച് കാർഡ്സുകളാണ് കേട്ടോ. ടച്ച് കാർഡ്സുകൾ ഇതും പെയറിംഗ് ആക്ടിവിറ്റി ആണ്. ബ്ലൈൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇത് ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള കുറച്ച് വുഡൻ ഫോർമാറ്റിലുള്ള പ്ലാറ്റ്ഫോംസുകളാണ് അല്ലെങ്കിൽ ബോട്ട്സുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അത് പോരുന്നില്ലല്ലോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? പറ്റുന്നുണ്ടോ?
ഓക്കെ യെസ്, ഇതും പെയറിംഗ് ആക്ടിവിറ്റി ആണ്. ഇത് ഡിഫറെന്റ് ടെക്സ്റ്റേഴ്സിലുള്ള മോഡൽസുകളാണ്, ഡിഫറെന്റ് ടെക്സ്റ്റേഴ്സിലുള്ള കബോർഡ്സുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് ഓരോന്നിനും എന്താണ്, ഓരോ പെയേഴ്സ് ഉണ്ട്, ഓരോന്നിനും പെയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യുന്നത്, ബ്ലൈൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കൂ, ഇതിന് ഓരോന്നും ഓരോ ഡിഫറെന്റ് ടെക്സ്ചറുകളാണ്. ഡിഫറെന്റ്, ചിലത് സോഫ്റ്റ് ആണ്, ചിലത് ഹാർഡ് ആണ്, ചിലത് റഫ്നെസ് ഉണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ലൈറ്റ് ടെക്സ്ചർ വരുന്നതുണ്ട്. അങ്ങനെ പല ടെക്സ്ചറിലുള്ള കോമ്പിനേഷൻസ് ആണ്. 2 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഈ ഒരു പ്ലൈവുഡ് ടൈപ്പിലും പിന്നെ ഒരു പ്ലൈവുഡ്സ് തന്നെ ജസ്റ്റ് ഒരു വുഡൻ ഫോം ആയിട്ടും വരുന്നതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കുട്ടികളുടെ മുന്നില് ഇതും നമ്മൾ എന്താണ് ഓർഡർ തെറ്റിച്ച് പല രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കും. ദെൻ ഇതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറയും. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം റഫ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്, നല്ല റഫാണിത്. ഇങ്ങനെ പരുപരുത്ത കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ പരുപരുത്ത പ്രതലങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു മോഡലുള്ളതാണ്. ഓക്കെ, നമ്മളിത് ചെയ്യുമ്പോൾ എന്താണ്, കുട്ടികളോട് കണ്ണുകൾ അടച്ചതിന് ശേഷം ഒരെണ്ണം ആദ്യം സെലക്ട് ചെയ്യാൻ പറയാം. ഇനി ഇതിന് കൃത്യമായിട്ട് കുട്ടി എന്ത് ചെയ്യണം, അവന്റെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യണം അല്ലെ. കണ്ണുകൾ അടച്ചുകൊണ്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ടച്ച് ചെയ്താണ് കുഞ്ഞുങ്ങള് കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ടച്ച് കാർഡ്സിൽ എന്നോട് സൂചിപ്പിക്കുന്നത് അല്ലെ. ദെൻ കണ്ണുകൾ അടച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്യുന്നത്, നല്ല രീതിയിൽ വിരലുകൾ കൊണ്ട് സ്പർശിച്ചാൽ മാത്രമേ ഇത് ഏത് തരം രൂപമാണ് അതിന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ദെൻ അതിനുശേഷം ഇതിന്റെ പേര് കണ്ടുപിടിക്കണം അല്ലെ. പേര് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, കുട്ടികൾ അത് തപ്പി കൃത്യമായ രീതിയിൽ ഓരോന്ന് എടുക്കും. ഇതാണോ, ഇതല്ല അല്ലെ. ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓൾറെഡി ഈ ടെക്സ്ചർ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഓരോന്ന് നോക്കിയതിന് ശേഷം എന്താണ്, കൃത്യമായിട്ട് അതിന്റെ ടെക്സ്ചർ കുഞ്ഞ് കണ്ടുപിടിക്കും. ഉണ്ടോ, ഇതാണ് അതിന്റെ പെയർ. യെസ്, അപ്പൊ ബ്ലൈൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടി ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒബ്സർവേഷൻ കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, യെസ്, അങ്ങനെ പെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു മെറ്റീരിയൽസ് ആണ് എന്ത് ടച്ച് കാർഡ്സുകൾ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടെക്സ്ചേഴ്സ് കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? യെസ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് മെറ്റീരിയൽ? ഇത് പ്ലൈവുഡ്സ് ആണ്, പ്ലൈവുഡ്സ് ആണ്. അതില് ഡിഫറെന്റ് ടെക്സ്ചറുകൾ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ കേട്ടോ. ഓരോന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോ കാണാൻ പറ്റും. ഉണ്ടോ? യെസ്. ഇനി കുറച്ചും കൂടി റഫ്നെസ് ഉണ്ട്, എന്നാൽ കുറച്ചും കൂടി സോഫ്റ്റ് ടെക്സ്ചറിൽ വരുന്ന മോഡൽസ് ആണ്. കണ്ടോ, ഈ ഒരു കളറിലാണ് അത് വരുന്നത്. ടൈൽസ് ഒക്കെ പോലെ, ടൈൽസിന്റെ ഫോർമാറ്റില്, പക്ഷെ അതല്ല, വ്യത്യാസമുണ്ട്. ഇത് മൂന്ന് തരത്തിലുള്ള മെറ്റീരിയൽ ആണ്. ഇത് കുറച്ച് പരുപരുത്തതാണ്, ഇത് കുറച്ച് സോഫ്റ്റ് ആണ്, ഇത് വളരെ സോഫ്റ്റ് ആണ്. ഇങ്ങനെ തെന്നി പോകുന്ന ടൈപ്പാണ് കേട്ടോ. മൂന്നും കാണുമ്പോ പക്ഷെ എന്താണ്, ഒരേപോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? മൂന്നും കാണുമ്പോ ഒരേപോലെ തോന്നും, പക്ഷെ മൂന്ന് ഡിഫറെന്റ് ടെക്സ്ചർ ഉള്ളതാണ്. ഓക്കെ, ഇതും സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് വെച്ചതിന് ശേഷം അതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ പേര് കുട്ടികളെ കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ 10 കാർഡ്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ടച്ച് കാർഡ്സിൽ 10 കാർഡ്സുകളാണ് വരുന്നത്. Yes. Next one, then yes. Next, thermic tablets. Thermic tablets. കേട്ടിട്ടുണ്ടോ അത് നിങ്ങള്? Thermic tablets കേട്ടിട്ടില്ല? ഉണ്ട്. എന്തായിരിക്കും തെർമിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതില്? നോക്കാട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്?
കാണാമോ? കാണാം. ഒരു മിനിറ്റ് കേട്ടോ. ആരും പോവരുത്, ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നതാണേ. ഓക്കെ, യെസ്. അപ്പൊ വിവിധ പദാർത്ഥങ്ങളുടെ, വിവിധ രീതിയിലുള്ള പദാർത്ഥങ്ങളുടെ ടെമ്പറേച്ചർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽസ് ആണ് എന്താ തെർമിക് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് ചൂടും തണുപ്പും ഒക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്താ തെർമിക് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ കുട്ടികളെ കൊണ്ട് ഇതും നമ്മൾ എന്താണ് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആ വേരിയേഷൻസ് അല്ലെങ്കിൽ ഇത് തൊടുമ്പോഴുള്ള ഈ പ്രതലങ്ങളിൽ തൊടുമ്പോഴുള്ള കുട്ടികൾക്ക് ചൂടാണോ തണുപ്പാണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് അവരെ നല്ല കൈകളൊക്കെ നന്നായി ശുദ്ധിയായിട്ട് കഴുകിയതിന് ശേഷമാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ പ്രധാനമായിട്ടും എത്ര ടാബ്ലറ്റ്സിലുണ്ട്? തെർമിക് ടാബ്ലറ്റ്സിൽ എത്ര ടാബ്ലറ്റ്സിലുണ്ട്? 1, 2, 3, 4, 5, 6 രീതിയിലുള്ള ടെമ്പറേച്ചർ വ്യതിയാനങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പൊ ആദ്യം ഇതിൽ വരുന്നത് എന്താണ്? ഗ്ലാസ് ആണ് അല്ലെ? ഗ്ലാസ് ഉണ്ടോ? ഓക്കെ, ഗ്ലാസിന്റെ ടെമ്പറേച്ചർ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും? തൊട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ കവിളിലൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാല് ചൂടായിരിക്കോ തണുപ്പായിരിക്കോ? തണുപ്പായിരിക്കും അല്ലെ? അപ്പോ ഇത് ഗ്ലാസ് മെറ്റീരിയൽസിൽ തൊടുമ്പോൾ തണുപ്പാണ് അല്ലെങ്കിൽ അത് കൂളായിട്ടുള്ള ഒരു മെഷർമെന്റ്സ് ആണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അല്ലെ, അതിന്റെ താപനില. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇതൊരു വുഡൻ ആണ് അല്ലെ? വുഡൻ ഫോർമാറ്റിലുള്ളതാണ്. ഇത് തൊടുമ്പോ എങ്ങനെയായിരിക്കും തോന്നുന്നത്? ഇതിന് ചൂടായിരിക്കോ തണുപ്പായിരിക്കോ? ചൂടായിരിക്കും അല്ലെ? യെസ്, വെരി ഗുഡ്. ഇനി ഇതോ കണ്ടിട്ടുണ്ടോ? എന്താണിത്? ഗ്രാനൈറ്റ് ആണ് അല്ലെ? ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റിന് എങ്ങനെയാണിത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും. ഇങ്ങനെ വെച്ചെടുത്താലും അറിയാൻ പറ്റും അല്ലെ? എന്താണ്? തണുപ്പാണോ ചൂടാണോ? നല്ല തണുപ്പാണ് അല്ലെ? ഗ്രാനൈറ്റിന് നല്ല തണുപ്പാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താണ്? ഇതും ഒരു വുഡൻ ഫോർമാറ്റിലുള്ളത് തന്നെ കേട്ടോ. ഇതും സെയിം വുഡ് തന്നെയാണ്, പക്ഷെ അതിന്റെ പ്രതലങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കുറച്ചുകൂടി സോഫ്റ്റ് ടെക്സ്ചറിലാണ്. ഓക്കെ, ഇതിൽ എങ്ങനെയായിരിക്കും? ചൂടായിരിക്കോ തണുപ്പായിരിക്കോ? ചൂട് പോലെ ആയിരിക്കും. ചൂടായിരിക്കോ തണുപ്പായിരിക്കോ? ചൂടായിരിക്കും. ചൂട് തന്നെയായിരിക്കും അല്ലെ? ഓക്കെ, ചൂട് തന്നെയായിരിക്കും. പക്ഷെ ചില പ്രതലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ തണുപ്പ് അനുഭവപ്പെടും, ചെറിയ രീതിയിൽ. യെസ്, അതെന്താണ്? നമ്മുടെ റൂം ടെമ്പറേച്ചറും എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കും? അതിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, റൂം ടെമ്പറേച്ചറിന്റെ വ്യതിയാനങ്ങളില് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് ചിലതില് ചിലപ്പോ ചൂടും തോന്നാം തണുപ്പും തോന്നാം. ഓക്കെ, യെസ്. ഇനി ഇതെന്താണ്? നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്ത് കളറിലാണ് കാണുന്നത്? എന്ത് കളറാണ്? ഗ്രേ ആണെന്ന് തോന്നുന്നു. ഗ്രേ ആണോ ബ്ലാക്ക് ആണോ? ഗ്രേ പോലെ ഗ്രേ കളർ വുഡൻ ഫോർമാറ്റ് ഷീറ്റ് ആണ് കേട്ടോ. വുഡൻ ഫോർമാറ്റ് ഷീറ്റ് ആണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ മൗസ് ഒക്കെ വെക്കുന്ന മൗസിന്റെ പാഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ? മൗസ് ഉപയോഗിക്കുന്ന മൗസ് പാഡിൽ കുറച്ച് സോഫ്റ്റ് ടെക്സ്ചറിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല നമുക്ക് തൊട്ട് കഴിഞ്ഞാല്. യെസ്, അപ്പോ ഇതെന്താണിത്? ഗ്രേ ഫോർമാറ്റ്, ഗ്രേ കളറിൽ വരുന്ന ഒരു വുഡൻ ഷീറ്റ് ആണ്. വുഡൻ ഷീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് എങ്ങനെയുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും? ചൂടായിരിക്കോ തണുപ്പായിരിക്കോ? തണുപ്പായിരിക്കോ? ഷീറ്റിന് ചൂടായിരിക്കും അല്ലെ? ചൂടായിരിക്കും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ്
ഇത് നിങ്ങൾ ഈ കളറ് നോക്കണ്ട. ഈ കളർ അതൊരു ഷീറ്റ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നതാണ്. അതായത് ബ്ലൂ ഷീറ്റ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഉരസാതിരിക്കാൻ. ഉരസുന്ന സമയത്ത് ഇത് തമ്മിൽ കൺജസ്റ്റഡ് ആവുമ്പോൾ ഇവിടെ സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഒറിജിനലി എന്താണ് ശരിക്കും? എന്ത് കളറായത്? സ്റ്റീൽ ഓർ അയൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. സ്റ്റീൽ ഓർ അയൺ എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഇതിലെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കൂളായിരിക്കും. ചൂടായിരിക്കും. തണുപ്പായിരിക്കും. തണുപ്പാണ് അല്ലെ, തണുപ്പാണ്. കുറച്ച് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? മെറ്റൽ ഫോംസുകൾ വരുമ്പോ അതിനൊക്കെ എന്ത് ടെമ്പറേച്ചർ ആണ് വരുന്നത്? മെറ്റൽ ഫോംസിൽ വരുമ്പോ തണുപ്പാണ് കൂടുതൽ അല്ലെ. പക്ഷെ കുറച്ചും കൂടി ടെക്സ്ചർ മാറി വരുന്നതിനനുസരിച്ചിട്ട് എന്ത് വരുന്നുണ്ട്? അതില് ചൂടും ചെറിയ രീതിയിൽ തണുപ്പും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ കുട്ടികളില് ടെമ്പറേച്ചർ വ്യതിയാനങ്ങൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു അപ്പറാറ്റസ് ആണ് മെറ്റീരിയൽ ആണ് തെർമിക് ടാബ്ലറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എത്ര ടാബ്ലറ്റ്സുകൾ ഉണ്ട്? ഗ്ലാസ്, വുഡൻ, ഗ്രാനൈറ്റ്, ദെൻ പിന്നെയും എന്താണ്? വുഡ് ഫോർമാറ്റിൽ തന്നെയുള്ള ഒരു മറ്റൊരു മെറ്റീരിയൽ ആണ്. ടെക്സ്ചറിലെ വ്യത്യാസമുള്ളൂ. ദെൻ ഗ്രേ ഷീറ്റില്, ഗ്രേ വുഡൻ ഷീറ്റിൽ വരുന്നത്. ദെൻ സ്റ്റീൽ ഓർ അയൺ ടാബ്ലറ്റ്സ്. ഓക്കെ, ഇതാണ് തെർമിക് ടാബ്ലറ്റ്സുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പിള്ളേരെ? യെസ്. പിന്നെ ഓരോന്നിനും ഓരോരോ ക്യാബിൻസ് ഉണ്ട്. ഈ ക്യാബിൻസിനകത്താണ് നമ്മളിത് വെക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ചെയ്യുമ്പോൾ ഗ്ലാസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കണം പിടിക്കേണ്ടത്. അതിന്റെ അരികു കൊണ്ടാലൊന്നും സംഭവിക്കില്ല, എന്നിരുന്നാൽ പോലും താഴെ വീഴാതെ സൂക്ഷിക്കണം. ഓക്കെ, ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. തെർമിക് തെർമിക് ടാബ്ലറ്റ്സ്. തെർമിക് ടാബ്ലറ്റ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ നിങ്ങള് കളർ ടാബ്ലറ്റ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ പ്രൈമറി കളേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രൈമറി കളേഴ്സ് അല്ലെ പഠിച്ചു. പ്രൈമറി കളേഴ്സ് പഠിച്ചു. ഓക്കെ, ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, റെഡ്, ഗ്രീൻ, ബ്ലൂ. എന്തൊക്കെയാ പറയുന്നത്? ഏതെങ്കിലും ഒരുമിച്ച് ഉറപ്പിച്ച് പറയൂ. റെഡ്, ബ്ലൂ, യെല്ലോ അല്ലേ മിസ്? റെഡ്, ബ്ലൂ, യെല്ലോ വരുന്നത് കറക്റ്റ് ആണോ? റെഡ്, ബ്ലൂ, യെല്ലോ. വെരി ഗുഡ്. യെസ്. ഇനി അത് 3 കളേഴ്സ് ആണ് അല്ലെ? പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ 3 കളേഴ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇവിടെ സെക്കൻഡറി കളേഴ്സ് ആണ്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 11 കളേഴ്സ് ആണ് അല്ലെ? സെക്കൻഡറി കളേഴ്സ് 11 കളേഴ്സ് ആണ്. ഓക്കെ, അത് നോക്കാം. യെസ്, ഓരോന്നും ഓരോ ജോഡികളായിട്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് കളർ ഏതാണ്? പിങ്ക് കളർ. കണ്ടോ? പിങ്ക് കളർ. ദെൻ ഗ്രേ കളർ. കണ്ടോ? ഗ്രേ കളർ. ദെൻ എന്തായിരിക്കും? എന്ത് കളറാണ്? എന്ത് കളറായിരിക്കും? ആണോ മിസ്സേ? പർപ്പിൾ. യെസ്, വെരി ഗുഡ്. പർപ്പിൾ കളർ ആണ് അല്ലെ? ഒരു ലാവൻഡർ പർപ്പിൾ ഷെയ്ഡ്സിൽ വരും. ഓക്കെ, ദെൻ ഇത് വിട്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇതെന്താണ്? ഗ്രീൻ കളർ. ദെൻ ഇത് ബ്ലാക്ക്. ഇത് നമുക്ക് ആർക്കും വേണ്ടാത്തൊരു കളറ്. വൈറ്റ്. യെസ്. ദെൻ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാ. ബ്രൗൺ കളർ അല്ലെ? ബ്രൗൺ കളർ. ഓക്കെ, ദെൻ ഇത് ഓറഞ്ച്. റെഡ്, യെല്ലോ,
then blue. Okay. എത്ര കളേഴ്സ് ഉണ്ട്? എത്ര കളർ ഉണ്ട്? 11 സെക്കൻഡറി കളർ എന്ന് പറയുമ്പോ 11 colors. 11 കളേഴ്സ് ആണ് അല്ലെ? 11 കോമ്പിനേഷൻസ് 11 കളേഴ്സ് ആണ് സെക്കൻഡറി കളർ. പ്രൈമറി കളർ എന്ന് പറയുന്നത് 3 കളേഴ്സ് ആണ്. സെക്കൻഡറി എന്ന് പറയുന്നത് 11 കളേഴ്സ് ആണ്. ഇനി ടെർഷറി കളേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ടെർഷറി കളേഴ്സിൽ എത്ര കോമ്പിനേഷൻസ് വരാം? 63 കളേഴ്സ് ആയിരിക്കും അല്ലെ? അതായത് നമ്മുടെ ഈ കളർ ഷെയ്ഡ്സിന് 9 കളേഴ്സിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ്. അതായത് നമുക്കിപ്പോ ഗ്രീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ തന്നെ എത്ര കളേഴ്സ് ഉണ്ട്? ഗ്രീനിൽ തന്നെ എത്ര കളറുകൾ, എത്ര ഷെയ്ഡ് വരും? ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ ഉണ്ട്, പിന്നെ എന്താണ് അങ്ങനെ 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 ഷെയ്ഡ്സ് പോലെ പേര് കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, യെസ്. അതായത് ഗ്രീനിൽ തന്നെ അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡുകൾ പോകും അല്ലെ? ഇപ്പൊ നമ്മള് ഇപ്പൊ ചാണകപ്പച്ച എന്ന് പറയില്ലേ, ചാണകപ്പച്ച എന്ന് പറയില്ലേ? യെസ്, ഒരു കളർ ഇല്ലേ? അങ്ങനെ ഒരു കളർ ഉണ്ട്. ഓക്കെ. പിന്നെ വാഴക്കൂമ്പ് പച്ച, യെസ്, വാഴക്കൂമ്പ് കളറ്, ചെറുപയർ പച്ച, അങ്ങനെ അങ്ങനെ പല ഷെയ്ഡ്സിൽ ഇത് പോകും അല്ലെ? അങ്ങനെ 9 കളേഴ്സിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സുകളാണ് ഇതിൽ വരുന്നത്. അങ്ങനെ 63 കളേഴ്സ് ആണ് ടെർഷറി കളേഴ്സിൽ വരുന്നത്. അതേപോലെ തന്നെ ഇനി റെഡിൽ എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ട്? റെഡ് എന്തൊക്കെ റെഡ് ഉണ്ട്? റെഡ് എന്തൊക്കെ റെഡ് ഉണ്ട്? Chilli red. ചില്ലി റെഡ്, പിന്നെ Magenta red. Magenta color. യെസ്. അപ്പൊ ഇത് ഈ റെഡിന്റെ 9 കളേഴ്സിന്റെ 7 ഷെയ്ഡ്സ് ആണ് എന്തിൽ വരുന്നത്? ടെർഷറി കളേഴ്സിൽ വരുന്നത് അല്ലെ? 9 ഷെയ്ഡ്സിന്റെ 7 കളേഴ്സ് ആണ് എന്തിൽ വരുന്നത്? ടെർഷറി കളർ. അങ്ങനെയാണ് 63 കളേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ടെർഷറി കളേഴ്സ് മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 63 കളേഴ്സ് ഉണ്ട്. 9 കളേഴ്സിന്റെ 7 ഷെയ്ഡ്സുകളാണ്. അതായത് ഇപ്പൊ ഈ റെഡിന് എത്ര ഷെയ്ഡ് വരും? 7 ഷെയ്ഡുകൾ വരും കേട്ടോ. റെഡിന് 7 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? 9 കളേഴ്സ് ഏതൊക്കെയാ? 9 കളേഴ്സ് ഏതൊക്കെയാണ്? പറഞ്ഞു, ഇപ്പൊ പഠിപ്പിച്ച കളറുകൾ ഏതൊക്കെയാ? റെഡ്, ബ്ലൂ. യെസ്, അതിൽ പറയുന്നതിൽ 9 എണ്ണം പറയുന്നുള്ളൂ. അത് ഏത് കളേഴ്സ് നമുക്കതില് ടെർഷറി കളേഴ്സിൽ ഇപ്പൊ 9 കളേഴ്സ് ഏതൊക്കെ വരുന്നുണ്ട്? ടെർഷറി കളേഴ്സിൽ 9 കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, അതില് 7 ഷെയ്ഡ്സുകൾ കേട്ടോ. ഓക്കെ, ടെർഷറി അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? എന്തോ? ടെർഷറി അതിന്റെ സ്പെല്ലിംഗ്. ടെർഷറി TERTIARY, ടെർഷറി. ഇനി ബ്ലാക്കിന് ഏതൊക്കെ കോമ്പിനേഷൻസ് കിട്ടും? ബ്ലാക്കിന് എന്തൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടാവും? അല്ല, ഷെയ്ഡ്സ് വരും. ഷെയ്ഡ്സ് ഉണ്ടോ ബ്ലാക്കിന്? ഇല്ല മിസ്സേ. ഇല്ല. യെസ്, അപ്പൊ ഈ കളർ ഉൾപ്പെടില്ല. വൈറ്റിന് ഷെയ്ഡ്സ് വരോ? ഓഫ് വൈറ്റ്. വൈറ്റിന് ഷെയ്ഡ് ഉണ്ട്. 7 ഇല്ലെങ്കിലും വൈറ്റിന് ഷെയ്ഡ്സ് വരാറുണ്ട് അല്ലെ? ഓഫ് വൈറ്റ് അല്ലെ? ഓഫ് വൈറ്റ്സ് ഉണ്ട്. വൈറ്റ്സിൽ വരുന്നുണ്ട്. പിന്നെ ഗ്രേക്കൊക്കെ എന്താണ് ഷെയ്ഡ്സ് അധികം കൂടുതൽ വരുന്നില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ 9 കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതില് ബ്ലാക്കും വൈറ്റ്സും ബ്ലാക്ക് ഉൾപ്പെടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബ്രൗണിന് ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ബ്രൗണില് ഡാർക്ക് ബ്രൗൺ ഇല്ലേ ടീച്ചർ? ചോക്ലേറ്റ് കളർ. ലൈറ്റ് ബ്രൗൺ ഉണ്ട്, കോഫി ബ്രൗൺ ഉണ്ട് അല്ലെ? കോഫി ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്, ഡാർക്ക് ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട് അല്ലെ? അങ്ങനെ പല പല ഷെയ്ഡ്സിൽ അതിങ്ങനെ പോകും. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും മെറ്റീരിയൽ ആണ് ഇനി ബാലൻസ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് സെൻസോറിയൽ ഏരിയാസിൽ. നമ്മൾ ഇതിന് എത്ര മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ട്? നോബഡ് സിലിണ്ടേഴ്സ്, നോബ്ലെസ് സിലിണ്ടേഴ്സ്, സൗണ്ട് സിലിണ്ടേഴ്സ്, ടച്ച് ടാബ്ലറ്റ്സുകള്, തെർമിക് ടാബ്ലറ്റ്സുകള്, ടെർഷറി കളേഴ്സ്. ഓക്കെ, എത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്കിനി പ്രാക്ടിക്കൽസിന് വരുമ്പോ നേരിട്ട് കാണാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു മിസ്. Thank you. Thank you. Yes. മിസ് ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. എന്തേ?
ഓക്കെ മിസ് അതെന്റെ ലെഫ്റ്റ് ആയി പോയി അതുകൊണ്ട് ഓക്കെ മിസ് താങ്ക് യു മിസ് ശരി ശരി ഹലോ